അപ്പൊ നമ്മുടെ ന്യൂ ഇയർ ഒക്കെ പൊളിക്കാണ്. അപ്പൊ 2025 ഗൈസ്, അപ്പൊ നമ്മള് 2025 പൊളിക്കാൻ പോവാണ്. നമ്മുടെ ട്രിപ്പ് ഇന്ന് അപ്പൊ പ്രശസ്ത റൈറ്റർ നമ്മുടെ ഉണ്ട്, ചീഫ് ഗസ്റ്റ് ഓശാനയുടെ ഡയറക്ടറാണ് ഇന്ന് നമ്മളോട് ഉള്ളത്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ പ്രേക്ഷകരെ വണ്ടി കാണിക്കുന്നത്. രണ്ടു വട്ടം ഹീറ്റ് ആയിക്കോട്ടെ കേട്ടോ. ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്കൈലൈൻ. നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിനൊന്നും കേട്ടോ വണ്ടി. സ്കൈലൈൻ 12B ആണ് നമ്മുടെ റൂം. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് യാത്ര. നമ്മള് ഫോർട്ട് കൊച്ചിക്കില്ല, നമ്മള് ഫോർട്ട് കൊച്ചിക്കില്ലാന്ന് പിന്നെ എങ്ങോട്ടാണ് യാത്ര? എടപ്പള്ളി പള്ളിയിലാട്ടോ ഈ നിൽക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത തിയേറ്റർ സ്ക്രീനിനേക്കാളിലും വമ്പൻ വലുപ്പത്തിലുള്ളൊരു വാൾ സ്ക്രീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ലെവല് ഡെക്കറേഷൻ ആട്ടോ എടപ്പള്ളിയിൽ വേറെ ലെവല് ഡെക്കറേഷനാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കൊച്ചി ഭാഗങ്ങളിലാണ്. അപ്പോൾ ഫുള്ള് എല്ലായിടത്തും ഭയങ്കര ലൈറ്റിംഗ് ആയിരിക്കും, എല്ലാവരും ഭയങ്കര ഹാപ്പി മൂഡ്. മറ്റേടത്ത് ഇല്ലയെന്നല്ല കേട്ടോ പറഞ്ഞു, ഓരോ ഭാഗത്തോരോ ഇതാണ്. പക്ഷെ കൊച്ചിയിൽ പൊളിയാണ് ന്യൂ ഇയർ. ഇവിടുത്തെ ഓരോ യൂണിറ്റുകൾ, സാധാരണ പല പള്ളികളിലും പുൽക്കൂടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ ഒരു പുൽക്കൂടിനാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-10 പുൽക്കൂട് മിനിമം ഉണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല വലിയ രീതിയിലുള്ള പുൽക്കൂട് തന്നെയാണ്. എനിക്കൊന്നും ഒരു മത്സരമായിരിക്കും ചിലപ്പോൾ. ഇത് വേറെ ലെവൽ ലുക്കാട്ടോ. ഇത് കിടക്കി ഇതിനായിരിക്കും ഫസ്റ്റ് അല്ലേ? അതെ, പൊളി ഇത് കൊള്ളാം അല്ലേ? പൊളിച്ച് നമ്മുടെ പള്ളിയിൽ അടുത്ത പ്രാവശ്യം പുൽക്കൂട് വേറെ മോഡലാക്കണം. ഓരോ വാർഡ് ചെയ്ത പരിപാടി ഇത് അല്ലേ? എല്ലാ പുൽക്കൂടും മിനിമം അല്ല കേട്ടോ, വേറെ ലെവല് നിലവാരമുണ്ട്. പൊളിച്ചു അല്ലേ? ഇത് കിട്ടിക്കിട്ടോ. ഫസ്റ്റ് പ്രൈസ് അവിടെ അല്ല, ഇതൊരു യൂറോപ്യൻ ലെവല് പുൽക്കൂടായി. സെറ്റ് പൊളിച്ചു ഇതിനകത്ത് കിട്ടില്ല സെറ്റ് അല്ലേ? അജാതി ലൈറ്റിംഗ് കേട്ടോ. ഇത് പുൽക്കൂട് കാണേണ്ട ഏരിയ തന്നെ നിങ്ങൾ ആലോചിക്ക്. അങ്ങേ ഒരു 40-50 മീറ്റർ ലെങ്ത്തിൽ ആ സൈഡിൽ പുൽക്കൂടുണ്ട്, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും പുൽക്കൂടുണ്ട് കേട്ടോ. ഫസ്റ്റ് പ്രൈസ് അവിടെയാന്ന് തോന്നുന്നു. ഇത് നോക്ക്, പഴയ പള്ളിയുടെ മുന്നിൽ കൊടുത്ത ലൈറ്റിംഗ് ആണ്, വേറെ ലെവല്. കഴിഞ്ഞ പ്രാവശ്യത്തെ ലൈറ്റിങ് ഈ മോഡലല്ലായിരുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടെ താഴത്തെ ലെവലായിരുന്നു. കൊള്ളാല്ലേ? ഇതിന് സെക്കൻഡാ? ഇതാണ് സെക്കൻഡ് പ്രൈസ്. അപ്പോൾ ഫസ്റ്റ് എവിടെ?
ഇത് പുൽക്കൂട് എവിടെ? സ്റ്റാർ ക്യൂട്ടായില്ലേ? അല്ല ഫെബിനെന്താ പറഞ്ഞത്? ഇത് കുറേ സംഭവങ്ങളുണ്ട്. പൊളിച്ചു. ഇത് വേറെ ലെവൽ കേട്ടോ. ഇത് കിട്ടില്ല പുൽക്കൂട്. ഇത് ഈസ്റ്റർ മോഡൽ പുൽക്കൂടാണ്. ഇവരുടെ സെറ്റൊക്കെ പൊളി സാധനം അല്ലേ? ഇത് ചെറുതാണ് നൈസ് അല്ലേ? കിടിലൻ കലാകാരന്മാരുള്ള പള്ളിയപ്പോ അവിടെ പള്ളി. മരത്തിന്റെ സാധനമാണ്. മരത്തിന്റെ പോളാണ്. പ്ലാസ്റ്റർ പരിസരിക്കും. മരത്തിന്റെ നോക്കണം. മരത്തിന്റെ പോള ഇതുണ്ടോ? ഈ മേളിൽ വെച്ചിട്ടുണ്ട് മരത്തിന്റെ തോല്. ഓ ഇതാണ് ഫസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പുൽക്കൂട നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണിന്നെ എടുത്തു അല്ലേ? ഇതിന് പ്രത്യേകത അറിയോ? ചെലവ് കുറവാണ്. നാളെ മരം ഫുള്ള് മരം നോക്കിയാൽ മരത്തിൻ്റെ മറ്റേ ഉപയോഗിച്ച മരത്തിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ്. ഇത് നല്ല രസമുണ്ടായിരുന്നു. കനവ് പോയിട്ടോ നോക്കിയാൽ കനവണങ്ങി പോയി. ഈ പുൽക്കൂടിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഫ്രെയിമിങ് പൊളിയായിരുന്നു. ഫസ്റ്റ് പ്രൈസ് പൊളിച്ച്. ഇതും കിടിലം രസമുണ്ട് കേട്ടോ. ഇതും കിടിലം പുൽക്കൂടാണ്. ഇനി പള്ളിയുടെ പുൽക്കൂടം നമുക്ക് നോക്കിയോ. പള്ളിയുടെ പുൽക്കൂട് അങ്ങനെ പറ്റുള്ളൂ. ഒരു രക്ഷയില്ല. ഒരു ട്രെയിനൊക്കെ പോകുന്നുണ്ടായില്ലേ കൂടെ. ഇത് നമ്മുടെ എടപ്പള്ളി പള്ളിയുടെ തൊട്ട് മുമ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് മെട്രോ ആണ്. ആ മെട്രോ തൂണാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സംഭവമാണിത്. കൊള്ളാം. എടാ കാണിച്ച എടാ ഒന്ന് ഓണാക്കി. അതിനെത്ര രൂപ? 50 രൂപയോ? നമ്പരിക്ക് പള്ളി പെരുന്നാൾ പോയി കിട്ടില്ല. അരുൺ പവർ പവർ. ഞാൻ നമ്മുടെ ബാക്കിലെ ട്രീനെ കാണിച്ചുതരാം. കോർട്ടച്ചിലെ ട്രീ ഇപ്രാവശ്യം എടാ കഴിഞ്ഞ പ്രാവശ്യം മഞ്ഞ കളറായിരുന്നോ? വാം ലൈറ്റ് അല്ലേ? ഇപ്രാവശ്യം മഞ്ഞല്ല, കഴിഞ്ഞ വർഷം റെഡല്ലേ? റെഡോ? അരുണ്ടാക്കാം മന്തി 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 അന്നെ മന്തി 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 ഞങ്ങളുടെ കൂടെ നല്ലൊരു ഫ്രണ്ട് ഉണ്ട്. മന്തിക്ക് ഭയങ്കര നിങ്ങളുടെ പരിചയത്ത് മന്തി ഫാമിലികളെ ഏതെങ്കിലും പെൺകുട്ടികളോ ആരെങ്കിലും വിഭാഗം കല്യാണം കഴിച്ചാടാ? ആരുടെ കല്യാണം കഴിഞ്ഞാ? ഒരു രക്ഷയില്ലാത്ത ട്രീ കേട്ടോ. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ അത് പോർട്ട് കൊച്ചിയിലായിരിക്കും കേട്ടോ. വേറെ ലെവല്. കൊടുങ്ങല്ലൂര്. എന്താ ന്യൂ ഇയർ പരിപാടി? എന്താണ് പുള്ളിയാണ്? ഹാപ്പി ന്യൂ ഇയർ.
അങ്ങനെ നമ്മൾ കത്തിക്കാത്തൊരു പാപ്പയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. പോ ഇങ്ങോട്ടൊക്കെ നോക്കി സംസാരിക്കണം, അല്ലാതെ അങ്ങോട്ട് നോക്കി സംസാരിക്കരുത്. എങ്ങോട്ട് നോക്കാണ്ടിരുന്നാ പോരെ? മറ്റേ നീ നിനക്ക് നിന്റെ സെറ്റപ്പിൽ നീ ഓടിച്ചോട്ടെ, ആരെയൊന്നും മൈൻഡ് ചെയ്യണ്ട. നീ പ്രൊഫഷണൽ ഡ്രൈവർ അല്ല ഇരിക്കുന്നത്. അവർ ഉണ്ടായില്ല. ഫോർട്ട് കൊച്ചി. ഇവരെ പിടിച്ചോ. അങ്ങനെ നമ്മള് ഫോർട്ട് കൊച്ചിയിലൊക്കെ വന്ന്. അപ്പൊ ന്യൂ ഇയർ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ മനോഹരം. അരനേട്ടൻ ഏത് ലവറ്? ഇവന്റെ ആയിരുന്നു. ന്യൂ ഇയറിനെങ്കിലും ഒരു ചെറിയൊരു പ്രണയമൊക്കെ. ഇവൻ കല്യാണം ആലോചന നമ്മുടെ അലിൻ ജോസ് പെരേരയുടെ ചേട്ടൻ ജിതിൻ ജോസ് പെരേര. അരനെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ 2 വാക്ക് പറഞ്ഞോ. എടാ നിന്റെ തല കുറച്ച് ചരിക്കുന്നത് അങ്ങനെയല്ലടാ, ഞങ്ങളെല്ലാരും മിസ്സായി. കുറച്ച് ഇങ്ങോട്ട് നിൽക്കുക, അങ്ങടാ നിങ്ങട് അങ്ങനെ. അപ്പൊ എടാ റെക്കോർഡ് ആയിട്ടില്ല. സെലിബ്രേഷൻ ഇറങ്ങി പോകുമ്പോ ഈ ശോത്തിനോട്